കുംഭമേളയ്ക്കിടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പെൺകുട്ടിയുടെ വിവാഹ വിവാദത്തിൽ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാഹം രജിസ്റ്റർ ചെയ്ത പൂവാർ പഞ്ചായത്തിൽ നിന്ന് വിവാഹത്തിന് ഹാജരാക്കിയ രേഖകളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ആധാർ, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നീ രേഖകൾ പരിശോധിച്ചതായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ മാസം ദേശീയ പട്ടികവർഗ കമ്മീഷൻ മുന്നിൽ ഹാജരാകും. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിന് ശേഷം വിവാദങ്ങൾ ഒന്നൊന്നായി പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ആദ്യം തന്നെ മകളെ തട്ടിക്കൊണ്ടുവന്നതായി പിതാവിന്റെ ആരോപണം. പിന്നാലെ മതപരിവർത്തനവും മകൾ പ്രായപൂർത്തിയായിട്ടില്ല തുടങ്ങി ഗുരുതര ആരോപണങ്ങളും. തിരുവനന്തപുരം അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹം ദേശീയ മാധ്യമങ്ങളിൽ വരെ ശ്രദ്ധ നേടി. മധ്യപ്രദേശ് സ്വദേശിയായ പെൺകുട്ടിയുടെ ജനന തീയതി 2009 ഡിസംബർ 30 ആശുപത്രി രേഖകൾ ആധാരമാക്കി പിതാവ് വാദിച്ചു. അതിനാൽ വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച മധ്യപ്രദേശ് പോലീസ് ഭർത്താവ് ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ആരംഭിച്ചുവെങ്കിലും കോടതി അതിനെ തടഞ്ഞു. ദേശീയ പട്ടികവർഗ കമ്മീഷൻ കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ മറുപടി പറയാൻ കേരള പോലീസും ബാധ്യസ്ഥരായി. വിവാഹം രജിസ്റ്റർ ചെയ്ത പൂവാർ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ആധാർ, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവ പരിശോധിച്ചതാണെന്നും പെൺകുട്ടി പ്രായപൂർത്തിയായെന്ന് ബോധ്യപ്പെട്ടിരുന്നതായും ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചു. 22-ാം തീയതി ദേശീയ പട്ടികവർഗ കമ്മീഷന് മുന്നിൽ ഹാജരാകുന്ന സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് കമ്മീഷന് കൈമാറുമെന്നാണ് സൂചന. വിവാഹത്തിന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ പ്രകാരം 2008 ജനുവരി 1-ാം തീയതിയാണ് പെൺകുട്ടിയുടെ ജനന തീയതി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.